കിട്ടി 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 കിട്ടി. ഓയ് ഇന്ന് നമുക്ക് രാവിലെ അടിച്ച മീനാണ് കേട്ടോ. അതായത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ബോൾട്ടയിലും മാമ്പയിലും അടിച്ച മീനാണ്. മൊത്തം ഇത് 9 എണ്ണം ഉണ്ട് കേട്ടോ. 2, 4, 6, 8, 9 നടം വരാനാണ് നമ്മളിന്ന് രാവിലെ വന്ന് അടിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും അത്യാവശ്യം നല്ല ദിവസമായിരുന്നു. നമുക്ക് നല്ലപോലെ മീനും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ ഓടി വന്നതിന് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. നല്ലപോലെ മീനും കിട്ടി, ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. അടിപൊളി വൈബായിരുന്നു ഇന്ന് മീൻപിടുത്തം. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ ഇതേപോലെ നല്ല നല്ല വീഡിയോകളുണ്ടാവും. എന്തായാലും വീഡിയോ കാണുന്നവർ ഒന്ന് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന പെൻ്റെ സ്ക്വാഡ്രനും ലുക്കാനയുടെ റീലും പിന്നെ മാമ്പ ഫ്രോഗ് നമ്മൾ ഇന്ന് ഇത് തന്നെ ഉപയോഗിക്കും. നമുക്കിപ്പോൾ മീൻ അടിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ കട്ട് ചെയ്ത സമയത്താണ് മീൻ അടിച്ചത്. നമ്മൾ മീൻ അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷേ സാധനം അടിച്ചു. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ മീൻ അടിക്കുന്ന സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ മീൻ അടിക്കുമെന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് എന്തായാലും എറിഞ്ഞു നോക്കാം. അടിച്ചാൽ കിട്ടി. അടിച്ചിട്ടുണ്ട്. കിട്ടി 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 കിട്ടി. കണ്ട അടുത്ത കിട്ടി. ഇപ്പോഴും അടിച്ച മാമ്പ ഫ്രോഗിൽ തന്നെ നമുക്ക് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിച്ചടാ, കയറി അതെ ഇപ്പം അടിച്ചത്. നമുക്ക് പിന്നെ കൊല്ലിക്കകത്തിട്ടിട. എന്തായാലും നല്ല ഹുക്കപ്പാണ്. അതിൻ്റെ ഹുക്ക് നല്ല പോലെ. നമുക്കിതിനി അടുത്ത കാസ്റ്റിങ്. നമുക്കിനി അടുത്തതിനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. വാ, വീണ്ടും നമ്മുടെ സെയിം സാധനം മാമ്പ ഫ്രോഗ് നമുക്ക് എറിഞ്ഞു നോക്കാവേ. ഇപ്പോൾ നമുക്കൊരു വിശ്വാസം വന്നില്ല ഗൈസ്, മീൻ അടിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം പോയിട്ട് അടിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസമായാലും നമുക്ക് മീൻ അടിക്കും. വരാല് ഗൈസ്, ഇത് വരാല് വേണ്ട. നമുക്കൊരു പണി കിട്ടി. കാരണം മോട്ടർ വരെ വെള്ളം തുറന്നു വിട്ട്. ഇനി മീനടിക്കലൊക്കെ പാടാണ്. അയ്യോ, ഹുക്കപ്പായില്ല ഗൈസ്. മീനാണ് അടിച്ചത് കേട്ടോ. അത് ഇഷ്ടം പോലെ വരാല് ഗൈസ്. അടുത്ത വരാല്. കണ്ട അടുത്ത വരാല് നമ്മുടെ മാങ്ങ ഫ്രൈയിൽ. വീണ്ടും അടുത്തത്. കൊല്ലിക്കത്ര ആ
അതെറിഞ്ഞ് റോഡിലിട്ട്. എടാ അടിച്ചടാ പോയടാ. മീൻ അവിടെ തന്നെയുണ്ട്. നമുക്ക് ആദ്യം ഹെൽമെറ്റ് ഒന്ന് ഉരി കിടക്കാം. എനിക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് മീൻ പിടിച്ചിട്ട് എന്തോ ഒരു ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഫ്രോഗ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് എത്രത്തോളം വിഷ്വൽ ക്ലിയർ ആണെന്ന് അറിയാൻ പറ്റുന്നില്ല. കയറിയാടാ പോയാ കൊള്ളാടാ കൊള്ളാടാ. നമ്മുടെ ഇറക്കുന്ന പറഞ്ഞ കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്താ ഇപ്പോൾ പറഞ്ഞ അടിച്ച്. ഓ നീർക്കോലി ഒന്ന് അടിച്ചടാ. നീർക്കോലിയൊക്കെ ഒന്ന് അടിക്കണ്. നമുക്ക് ഈ ഫ്രോഗ് ഒന്ന് മാറ്റി നോക്കാം. ഞാൻ ഫ്രോഗ് മാറ്റുന്ന അത്ര ലാഗാക്കുന്നില്ല. ഞാൻ മാറ്റിയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചു തരാം. ഇനി നമുക്കൊന്ന് കാസ്റ്റ് ചെയ്തിട്ടൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. വിഴിഞ്ഞ ഇവിടെ ലൈൻ കമ്പിയിലാണ് കയറി പിടിച്ചത്. നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് ഇത്തിരി ഡെവലപ്പ് ആക്കാൻ പറ്റാത്ത നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി. വെള്ളത്തിനെ ചൂട് മാറുന്നതേ ഉള്ളൂ കേട്ടോ. ചൂടായിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഗ്യാപ്പ് ധാരാളമുണ്ട്. കിട്ടി കേട്ടാ കണ്ട, ഞാൻ പറഞ്ഞില്ല കിട്ടുമെന്ന്. കണ്ട ഞാൻ പറഞ്ഞില്ല കിട്ടുമെന്ന്. ഇപ്പം അടിച്ചതല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. സാധനം അടിക്കുന്നതൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇതിനൊന്ന് ഹുക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കൊല്ലിക്കകത്ത് കൊണ്ടിട്ട് വരാം. നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാം. കണ്ടായിരുന്നു, സ്ട്രൈക്ക് കണ്ടായിരുന്നു. അവൻ കുറേ നേരമായിട്ട് നമ്മളായിട്ട് പറ്റിച്ചോണ്ടിരിക്കുക. കിട്ടിയാടാ
എന്നാടാ നീർക്കോലിയാ? പാമ്പ് ദേവനോടൊരു നീർക്കോല്ല അടിച്ചിട്ട്. അതെ, നമുക്ക് കാസ്റ്റ് ചെയ്തിട്ടിരുന്ന വഴിക്ക് നമ്മൾ പയ്യന് ഒരെണ്ണം കൂടി അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടി അവനെ അടിച്ച് കയറ്റിയിട്ടുണ്ടില്ല. എടാ ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചോണേ. വരാല്ലോ ഒന്ന് കാണിച്ചേ. ഞാൻ പാട്ട് വരാം. നമുക്ക് എൻ്റെ മീൻ പോയി നോക്കാം. എവിടെ നിന്നാണ് അടിച്ച്? ഇപ്പുറത്ത് ഇങ്ങോട്ട് ഇവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്നാ. ഇടത്തരം വരാലി. ഇടത്തരം തീരെ ചെറുതാണ് നമ്മൾ റിലീസ് ചെയ്യും. തീരെ ചെറുതിട്ട് നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് അത് ഞാൻ പിന്നെ കളയേണ്ടി വന്നു. തനിയെ പോയി. തീരെ ചെറുതായി ഉണുക്കെന്ന് പറഞ്ഞാൽ മറ്റേ വരാക്കണം, കറക്റ്റ് വരാക്കണം. ഇല്ല, അത് ഈ ഫ്രോഗിൻ്റെ ആ സാധനം കൂടി തട്ടിയതല്ലോ. നമുക്ക് കിട്ടിയ മീൻ കൈ നിറയെ വരാലി. സമയം നോക്കിയൊന്നും അടിക്കായിരുന്നു. നമ്മുടെ കുളത്തിൽ ഒരാളൊക്കെ നട്ടുച്ചക്കും അടിക്കോടാ. ആ നീർക്കോലി പിന്നെയും വന്നടാ.